കേരളം എല്ലാ ഇസ്ലാമിക ഭീകരവാദികൾക്കും സുരക്ഷിതമായിട്ടുള്ള ഒളിത്താവളമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പറഞ്ഞത് ഇവിടെയുള്ള ഇസ്ലാമിക മതമൗലികവാദികളുടെ കൺകണ്ട ദൈവമായിട്ടുള്ള ഏറ്റവും വലിയ ഭീകരവാദിയായിട്ടുള്ള മറ്റു മതസ്ഥരെ ഉപദ്രവിക്കണമെന്ന് പച്ചയ്ക്ക് ഇവിടെ മൈക്ക് കെട്ടി വിളിച്ചു കൂവിക്കൊണ്ട് നടന്ന സക്കീർ നായിക്കാണ് ഇത് പറഞ്ഞത്. ഈ സക്കീർ നായിക്ക് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം ഇവിടെയില്ല, മലേഷ്യയിലേക്കും അവിടെ നിന്ന് ഇന്തോനേഷ്യയിലേക്കും ഇപ്പോൾ ഏതൊക്കെയോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അലഞ്ഞു തിരിയുകയാണ് എന്നുള്ള കിംവദന്തികളൊക്കെ ഉണ്ട്. ഇയാൾ മരിച്ചുപോയി, ഇയാൾക്ക് എയ്ഡ്സ് പിടിച്ച് മരിച്ചുപോയി എന്നുള്ള വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നതിന്റെ ഫാക്ട് ചെക്ക് റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴിതാ അത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് നാവികസേനയുടെ കപ്പൽ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ കേസിലെ 4ാം പ്രതിയെ പിടികൂടിയത് ഇവിടെ ഇടുക്കിയിൽ നിന്നാണ്. അതും കർണാടക പോലീസാണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട് ഓടി വന്ന് കേരളത്തിൽ ഒളിച്ചു കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായി എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിചാരം എന്ന് പറയുന്നത്. ബംഗാൾ സ്വദേശി ആലിഫ് ഇസ്ലാമിനെയാണ് മറയൂരിൽ നിന്ന് പിടികൂടിയത്. കേസിൽ ഇതിനകം 3 പേർ കസ്റ്റഡിയിലാണ്. ഒളിവിലായ ബംഗ്ലാദേശ് സ്വദേശിയെ പോലീസ് തിരയുകയാണ്. കൊച്ചിൻ കപ്പൽശാലയിലും ഉടുപ്പിയിലെ കൊച്ചി കപ്പൽശാല ശാഖയിലും കരാർ ജോലി ചെയ്യവെയാണ് വിവരങ്ങൾ ഇവർ കൈമാറിയത്. ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശികളായിട്ടുള്ള രോഹിത്, സാൻഡ്രി, അഹമ്മദാബാദ് സ്വദേശിയായിട്ടുള്ള ഹീരേന്ദ്രകുമാർ എന്നിവരെ 2025 നവംബറിൽ ദേശസുരക്ഷാ വിവരങ്ങൾ ചോർത്തിയ കേസിൽ കർണാടക മാൽപേ പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ ഇയാളെ മാത്രം കേരളത്തിലാണ് പിടികൂടിയത്. അതായത് കേരളത്തിൽ വന്ന് ഇങ്ങ് ഒളിച്ചിരിക്കുകയാണ്. അതായത് കേരളത്തിൽ വന്ന് ഒളിച്ചിരുന്നാൽ എല്ലാം അങ്ങ് സുരക്ഷിതമാണ് എന്നാണ് ഇവരുടെ ധാരണ. കപ്പൽശാല അധികൃതരുടെ പരാതിയെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായത്. ഉടുപ്പി കപ്പൽശാല ശാഖ ഉപകരാറുകാരായിട്ടുള്ള സുഷമ മറ്റൈൻ പ്രൈവറ്റ് ലിമിറ്റഡിലെ കരാർ ജോലിക്കാരാണിവർ. ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 152, ഔദ്യോഗിക രഹസ്യവിവരം കൈമാറൽ നിയമം 1923 സെക്ഷൻ 3(5) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. രോഹിത്തും സാൻഡ്രിയും കൊച്ചി കപ്പൽശാലയിലും പ്രവർത്തിച്ചിരുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. ഇവർക്ക് മൊബൈൽ സിം കാർഡ് വാങ്ങി നൽകിയെന്നാണ് ഹീരേന്ദ്രകുമാറിനെതിരെയുള്ള കേസ്. നാവികസേനയുടെ കപ്പലുകളുടെ രഹസ്യ പട്ടിക, തിരിച്ചറിയൽ നമ്പർ, രഹസ്യ വിവരങ്ങൾ, അറ്റകുറ്റപ്പണി വിവരങ്ങൾ എന്നിവയാണ് വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് എന്നിവ വഴി ഇവർ പാകിസ്ഥാൻ ഏജന്റിന് പണം വാങ്ങി കൈമാറിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 18 മാസത്തോളം രോഹിത്തും സാൻഡ്രിയും രഹസ്യ വിവരം കൈമാറ്റം നടത്തിയതായാണ് വിവരം. ബംഗ്ലാദേശ് സ്വദേശി ഒളിവിലാണെന്നും ഇയാൾക്കായി അന്വേഷണം തുടരുന്നതായും പോലീസ് പറഞ്ഞു. കൂടുതൽ പേർ രഹസ്യം ചോർത്തൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഇപ്പോൾ സംഘം അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.